ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു എരിവും മധുരമൊക്കെ ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് അരിപ്പൊടി, ഒരു 1/4 കപ്പ് കടലമാവ്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് മല്ലിയില നന്നായി ചെറുതാക്കി അരിയണം. പിന്നെ ഒരു പച്ചമുളക് 2 പച്ചമുളകുണ്ട് എരിവിന്, ചെറുതാക്കി അതും ചെറുതായി അരിയണം. പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കറുത്ത എള്ള്. പിന്നെ എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്നായി മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ടാണ്. കടയിൽക്കൊക്കെ ആകുമ്പോൾ മഞ്ഞ കളറ്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഏലയും മല്ലിയിലയും ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യുക. എരിവും ഒക്കെ ഒന്ന് ശരിയായി കിട്ടും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണത് മിക്സ് ചെയ്യണമെങ്കിൽ. എന്നിട്ടൊരു ദോശമാവിൻ്റെ പരുവത്തിലാവണം. നല്ല കട്ടിയും പാടില്ല, നല്ല ലൂസും പാടില്ല. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായി ഇളക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് പഴം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്യുക. തൊലിയോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ആകെ വഴുക്കിയിട്ട് പോകും. എന്നിട്ട് തൊലിയൊക്കെ അങ്ങനെ അടർത്തി കളഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു അളവിന് കിട്ടുകയും ചെയ്യും, ആ കനത്തിലും കിട്ടുകയും ചെയ്യും. ഞങ്ങളിങ്ങനെയാണ് കടയിൽക്കൊക്കെ പഴംപൊരിയുടെ പഴം കട്ട് ചെയ്യാറ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടാവണത്, ഓയിൽ നന്നായി ചൂടാവണം. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ എണ്ണ കുടിച്ചിട്ട് അവിടെ ഇതാവും. ഓരോ പഴത്തിൻ്റെ പീസും എടുത്തിട്ട് മാവി മുക്കുക, എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി ആ ചൂടോട് കൂടി ഇങ്ങനെ പൊന്തി വരും. നന്നായി ചൂടാവണം കേട്ടോ, ഇല്ലെങ്കിൽ അതങ്ങനെ ഒരു ജാതി ഇതാവും, പൊന്തി വരാണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ വീട്ടിലേക്കായതുകൊണ്ട് കൂടി നല്ലോണം മൊരിച്ചെടുക്കുകയാണ്. കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടം. അതല്ലെങ്കിൽ ആ പച്ച മാവിൻ്റെ ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായി ഒരു ഗോൾഡൻ കളർ പോലെയാണ് ഇപ്പോൾ പൊരിച്ചെടുത്തുള്ളത്. വീട്ടിലേക്കായ കാരണം കടയിലേക്കല്ലത്, വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള സ്നാക്കാണ്. അപ്പോൾ കടയിലാകുമ്പോൾ പഴംപൊരിക്ക് ചമ്മന്തിക്കാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇതിന് ചമ്മന്തിയൊന്നും വേണ്ട. ഇത് എരിവും ഒക്കെ ഉള്ള കാരണം ചമ്മന്തിയുടെ ആവശ്യമില്ലല്ലോ. ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക് എല്ലാവരും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പഴംപൊരി എടുത്ത് ഞാൻ കണ്ടില്ലേ. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുൻപ് കുറേ സ്നാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം. എല്ലാവരും ഓരോ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സെയിൽ ചെയ്യാൻ പറ്റിയവർക്ക് സെയിൽ ചെയ്യുക. അങ്ങനെ ഞാൻ എല്ലാ പഴംപൊരിയും കണ്ടില്ലേ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ സ്നാക്കുകൾക്ക് ഓർഡറൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അസ്സലാമു അലൈക്കും.